ഹേ ഗായ്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ പരട്ടാണ്. എങ്ങനെയാണെന്ന് ആദ്യം ചൂടായ പാനിലേക്ക് എണ്ണ ഒഴിക്കുക. ചിക്കൻ്റെ ആവശ്യത്തിനനുസരിച്ച് എണ്ണ ഒഴിക്കാം. അതിനുശേഷം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുക. അത് നന്നായി മൂത്ത് വരുമ്പോൾ പച്ചമുളക്, ഞാനിവിടെ 3 എണ്ണമാണ് എടുത്തിരിക്കുന്നത്, 3 എണ്ണം ഇട്ട് വഴറ്റുക. 2 സവോള ചോപ്പ് ചെയ്തത് നല്ല ബ്രൗൺ നിറമാകുന്നത് വരെ മിക്സ് ചെയ്യുക. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് നന്നായി വഴറ്റിയെടുക്കുക. മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ആവശ്യത്തിന് മുളക് പൊടി എന്നിവ ഇട്ട് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നന്നായി വഴറ്റിയെടുക്കുക. ഞാനിവിടെ 1.5 ടീസ്പൂൺ മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത്. ചിക്കൻ്റെ അളവനുസരിച്ച് നിങ്ങളുടെ എരിവിൻ്റെ ആവശ്യമനുസരിച്ചും നിങ്ങൾക്ക് മുളക് പൊടി ആവശ്യമനുസരിച്ച് എടുക്കാവുന്നതാണ്. അടിയിൽ പിടിക്കാണ്ട് കരിഞ്ഞു പോകാണ്ട് നന്നായി ഇളക്കി എടുക്കുക. ഇനി നമുക്ക് കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കണം. മസാല ഓരോരുത്തരുടെയും ആവശ്യത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. അതിനുശേഷം കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ, എല്ലോട് കൂടിയ ചിക്കൻ എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അത് നമുക്ക് ഈ മിക്സിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായി വഴറ്റിയെടുക്കാം. നല്ല രീതിക്ക് ചിക്കൻ്റെ എല്ലാ ഭാഗത്തേക്കും മസാല പിടിക്കുന്ന രീതിക്ക് നന്നായി വഴറ്റിയെടുക്കുക. ഇനി നമുക്ക് ഒരു നാരങ്ങയുടെ പകുതി നീര് അതിലേക്ക് പിഴിഞ്ഞൊഴിക്കേണ്ടതുണ്ട്. അതിനുശേഷം കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. നന്നായി വഴറ്റിയെടുക്കുക. എല്ലായിടത്തേക്കും മിക്സ് എത്തുന്ന രീതിക്ക് വഴറ്റിയെടുത്തതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിക്കുക. ഇനി 10 മിനിറ്റ് നേരം നന്നായി വേവിക്കുക. മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേവിക്കണം. 2 മിനിറ്റ് കൂടുമ്പോൾ നന്നായി ഇളക്കി കൊടുക്കുക. അടിയിൽ പിടിക്കാണ്ട് ഇളക്കി കൊടുക്കുക. ഒരു തക്കാളി അരഞ്ഞുടച്ച നീരിട്ട് നന്നായി വഴറ്റിയെടുക്കുക. കുറച്ച് കുരുമുളക് പൊടിയിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കുക. കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് നന്നായി വഴറ്റിയെടുക്കുക. നമ്മുടെ മിക്സ് ഇവിടെ തയ്യാറായിരിക്കുകയാണ്. നമ്മുടെ ചിക്കൻ പരട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ, സബ്സ്ക്രൈബ് ചെയ്യണേ. ചിക്കൻ പരട്ട് റെഡി ആയിട്ടുണ്ട്. എല്ലാം ട്രൈ ചെയ്തേ. ബൈ.